പ്രകാശൻ കരിവെള്ളൂരിന്റെ MTM ഒരു കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 23-ന് കൂടല്ലൂരിൽ നടക്കും. ബാല്യകൗമാരങ്ങളിൽ MTR സ്വാധീനിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുമായി പ്രകാശൻ കരിവെള്ളൂരിന്റെ 21ാമത്തെ പുസ്തകം ഈ മാസം 23-ന് പുറത്തിറങ്ങുന്നു. അരുണോദയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ 23-ന് 4 മണിക്ക് കൂടല്ലൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MTയെ വായിച്ചും MTയുടെ സിനിമകൾ കണ്ടും വായനക്കാരും സിനിമാ പ്രേമിയുമായി മാറിയ പ്രകാശൻ കരിവെള്ളൂർ ആ ഓർമ്മകളിലൂടെ കടന്നുപോകുന്നതാണ് ഇതിവൃത്തമെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു. ചങ്ങമ്പുഴ രമണലാൽ സ്വാധീനിക്കപ്പെട്ട സ്വന്തം ബാല്യത്തെക്കുറിച്ച് MT രമണീയം ഒരു കാലം എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്. തന്റെ തലമുറയ്ക്ക് MT ആയിരുന്ന താരം. അങ്ങനെയാണ് MTM ഒരു കാലം എന്ന ശീർഷകത്തിലെത്തിയത്. MTയെ വായിച്ചും സിനിമകൾ കണ്ടും വ്യക്തിപരമായി രൂപപ്പെട്ട യുക്തിബോധവും മധുരവേഷ ചിന്തകളും ഗൃഹാതുരത്വ ഭാവങ്ങളും സാമൂഹ്യ മനോഭാവങ്ങളുമെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ടെന്ന് പ്രകാശൻ കരിവെള്ളൂർ പറഞ്ഞു. ഈ മാസം 22-ന് MTക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രകാശൻ കരിവെള്ളൂരിന്റെ നേതൃത്വത്തിൽ 23 അംഗ സംഘം കൂടല്ലൂരിലേക്ക് ഒരു സാഹിത്യ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. 23 രാവിലെ MTയുടെ തറവാട്, കൂടല്ലൂർ താനിക്കുന്ന്, കൂടക്കടവ്, നിളാതീരം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം കൂടല്ലൂർ അരുണോദയം വായനശാലയുടെ സഹകരണത്തോടെ 4 മണിക്ക് MTയുടെ അശ്വതിയിലാണ് പ്രകാശനം നടത്തുന്നത്. കവി മോഹനകൃഷ്ണൻ കാലാടി, MT രവീന്ദ്രൻ കൂടല്ലൂരിനെ പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും. അബു ഇരിങ്ങാട്ടിരി പുസ്തകം പരിചയപ്പെടുത്തി പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ഗ്രന്ഥകാരൻ പ്രകാശൻ കരിവെള്ളൂർ, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം P സുധീഷ്, C ലത്തീഫ് കൂടല്ലൂർ, VP മിഴി, K വിനിത ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. MT ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നും അത് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പലതുകൊണ്ട് നടക്കാതെ പോയി. ഈ വേർപാടിൻ്റെ സന്ദർഭത്തിലാണ് ഏതാണ്ട് കൗമാര യൗവന നാളുകളിലെ ആ വായനയും സിനിമയൊക്കെയായി ചേർന്ന ഓർമ്മകൾ മനസ്സിൽ വന്നിങ്ങനെ അലച്ചത്. അങ്ങനെ ഉണ്ടായ പുസ്തകമാണ് MTM ഒരു കാലം. ഇത് ഒരു നിരൂപണമോ പഠനമോ അല്ല, തികച്ചും വ്യക്തിപരമായ ഓർമ്മക്കുറിപ്പുകളാണ്. എൻ്റെയൊക്കെ ഒരു തലമുറ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ MTയുടെ രചനകൾ, സിനിമകൾ, അതൊക്കെ നൽകിയ ഒരു ആവേശം, അതിൽ നിന്നുണ്ടായ കുറേ മനോഭാവങ്ങൾ, അതിനോടൊക്കെയുള്ള അത് പകർന്നയാൾ ചിന്തകൾ, മതനിരപേക്ഷ ബോധം, അതുപോലെ യുക്തിചിന്ത, സാമൂഹ്യാഭിമുഖ്യം, ഇങ്ങനെ ഒരുപാട് മനോഭാവങ്ങൾ MT കൃതികൾ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. MT ചങ്ങമ്പുഴ MT 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, UP ക്ലാസ് പഠിക്കുന്ന സമയത്ത് ചങ്ങമ്പുഴ സ്വാധീനിച്ചതിനെ കുറിച്ച്, ചങ്ങമ്പുഴയുടെ രമണൻ സ്വാധീനത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ, രമണീയം ഒരു കാലം. അപ്പോൾ MT ഞങ്ങളുടെ താരം MT ആയിരുന്നു. MTക്ക് ചങ്ങമ്പുഴ ആയിരുന്നു താരമെങ്കിൽ ഞങ്ങളുടെ താരം MT ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് MTM എന്നൊരു പേര് സ്വീകരിച്ചത്. അപ്പോൾ ഇത് ഓർമ്മക്കുറിപ്പുകളാണ് ഉള്ളത്. അത് MTയുടെ നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കണമെന്നും ആഗ്രഹിച്ചു. അതിന് അരുണോദയം വായനശാല പറഞ്ഞ ഉടനെ വളരെ സന്തോഷത്തോടെ സഹായിക്കാൻ എന്നുണ്ട്. അതാണ് ഈ നമ്മളെ ഫെബ്രുവരി 23-ന് അരുണോദയം വായനശാലയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നത്. പ്രശസ്ത കവി മോഹനകൃഷ്ണൻ കാലടിയാണ് പ്രകാശനം. MTയുടെ സഹോദരൻ MT രവീന്ദ്രൻ കൂടെ ഒരു നൽകിയിട്ട് പ്രകാശനം നിർവഹിക്കും. പിന്നെ അബു ഇരിങ്ങാട്ടിരി ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തും. പരിപാടി പറയുമ്പോൾ അച്ഛൻ്റെ അനുഭവങ്ങൾ, അച്ഛനായിട്ട് തന്നെയാണ് അച്ഛൻ എഴുതല്. പിന്നെ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് എഴുതും. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കഥയിൽ കഥാപാത്രമായിട്ടുണ്ട്. എൻ്റെ ഏട്ടനും ഒരുപാട് കഥയിൽ കഥാപാത്രമായിട്ടുണ്ട്. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കുട്ടിക്കാലം കൂടി അച്ഛൻ്റെ എഴുത്തിലുണ്ട്. അച്ഛൻ്റെ കുട്ടിക്കാലമുണ്ട്.